അപ്പൊ നമുക്ക് എക്സാം കഴിഞ്ഞ് നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ലൈവിലും അല്ലാതെയൊക്കെ ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് ഷെൽ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ആൻസർ എന്താണ്? ആൻസർ 14 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ ലൈവിൽ ചെയ്താണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ആൻ ആൽക്കീൻ? ആൽക്കീൻ ഏതാണ്? C2H6 ആണോ, C2H4 ആണോ, C2H2 ആണോ, CH4 ആണോ? അല്ലെ, ഇതെന്താണ്? ആൽക്കെയിൻ ആണ്. അല്ലെ, ഇതെന്താണ്? ആൽക്കൈൻ ആണ്. ഇതെന്താണ്? അതും ആൽക്കെയിൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? C2H4 ഈഥീൻ ആണ് കറക്റ്റ് ആൻസർ. അതാണ് നമ്മളെ ചെയ്ത ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, metals like gold, platinum are found in the native state or in the earth's crust. എന്തുകൊണ്ടാണ് കാരണം? നമുക്കറിയാം ഗോൾഡും പ്ലാറ്റിനും ഒക്കെ നോബിൾ മെറ്റൽസ് നമുക്ക് വേണേൽ പറയാം. അതായത് അവർ റിയാക്റ്റീവ് അല്ല, ലെസ് റിയാക്റ്റീവ് ആണ്. അത് കാരണം അവർ വേറെ ആറ്റംസും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേറെ കോമ്പൗണ്ട് ആയിരിക്കില്ല, ഫ്രീ സ്റ്റേറ്റിലായിരിക്കും. അല്ലെ, ഫ്രീ സ്റ്റേറ്റ് അല്ലെ നേറ്റീവ് സ്റ്റേറ്റിലാവാൻ അതാണ് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, 1 gram atomic mass. 1 gram atomic mass of all elements. ഏത് എലമെന്റിന്റെ 1 gram atomic mass എടുത്താലും അതിന് എത്ര ആറ്റംസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 1 mol എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ 6.022 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, നാച്ചുറൽ റബ്ബറിലെ മോണോമർ ഏതാണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിന്റെ ആൻസർ? ഐസോപ്രീൻ ആണ് ആൻസർ. അല്ലെ, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല. ഐസോപ്രീൻ ആണ്. കാരണം എന്താ, ഞാൻ പണ്ട് പറഞ്ഞാണ്, എങ്ങോട്ടോ കയറ്റി അയച്ച അതൊക്കെ പറഞ്ഞാണ് ഐസോപ്രീന്റെ കാര്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ് ടു റിമൂവ് മോയിസ്ചർ പ്രസന്റ് ഇൻ അമോണിയ ഗ്യാസ്? അമോണിയ ഗ്യാസിനകത്ത് മോയിസ്ചർ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് കെമിക്കൽ? ഓക്കെ, എന്താണ് ആൻസർ? ക്വിക്ലൈം ആണ്. അല്ലെ, നമുക്ക് അറിയുന്ന ആൻസർ ആണ് ക്വിക്ലൈം, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഇസ് ദ ഇലക്ട്രോലൈറ്റ് വിച്ച് ഇസ് ഇലക്ട്രോലൈറ്റ് യൂസ് ടു ഇലക്ട്രോപ്ലേറ്റിംഗ് സിൽവർ? ഇലക്ട്രോപ്ലേറ്റ് സിൽവറിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ, അല്ലെ, അയൺ ബാങ്കിളുടെ മുകളിൽ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക എന്താണ്? സിൽവർ ആണ് മെറ്റൽ. അല്ലെ, അപ്പൊ എന്താണ്? സിൽവറിന്റെ ഒരു സൊല്യൂഷൻ ആണ്, നമുക്കറിയുന്ന ഏറ്റവും കോമൺ സൊല്യൂഷൻ തന്നെയാണ് AgNO3, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ആ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? വളരെ സിമ്പിൾ ആണ്. അല്ലെ, കെമിക്കൽ എനർജീനെ നമ്മൾ എന്താക്കുകയാണ്? കെമിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റി? ഇലക്ട്രിക്കൽ എനർജി ആക്കി. അല്ലെ, ഇലക്ട്രിക്കൽ എനർജി ആക്കി. നമ്മുടെ ലൈവ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ആൻസറും അറിയുന്നുണ്ടോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനകത്ത് ചോദിച്ചേക്കുന്നത്.